പുതിയ ജനറൽ സെക്രട്ടറിയുടെ വരവും അതിന്റെ രാഷ്ട്രീയ ആവേശവും എത്രമാത്രമാണ്? കേരളത്തെ ഇന്ത്യയിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നിന്നുള്ള ഒരു ജനറൽ സെക്രട്ടറി വരിക എന്നുള്ളത് ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്താകമാനമുള്ള നമ്മുടെ സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രേരക ശക്തിയായി സഖാവ് എം എ ബേബി പ്രവർത്തിക്കും. അത് രാജ്യത്താകമാനമുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ പ്രതീക്ഷ. രാജ്യത്ത് ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് സഖാവ് എം എ ബേബി നമ്മുടെ കേരള പാർട്ടിയിൽ നിന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരിക്കും. അതെ, ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ജനറൽ സെക്രട്ടറി ശേഷം കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ശേഷം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല ഒരു ജനറൽ സെക്രട്ടറി ആയിരിക്കട്ടെ. ഞങ്ങളൊക്കെ ചോദിച്ചു EMSന് ശേഷം വരുന്ന ജനറൽ സെക്രട്ടറി ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ദയവായി അത്തരം താരതമ്യങ്ങൾക്ക് മുതിരരുത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച നേതാക്കളിൽ ഒരാളാണ് EMS എന്ന് അദ്ദേഹം തന്നെ പറയുകയും അദ്ദേഹത്തിൻ്റെ എഴുതി നമുക്ക് പലതരത്തിലറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും ആ താരതമ്യങ്ങൾക്ക് മുതിരരുത്, പുതിയ കാലത്തെ പുതിയ വെല്ലുവിളികളുമായി പാർട്ടിയെ മുന്നോട്ട് പോകുക. പക്ഷേ കേരളത്തിലെ CPIM പ്രവർത്തകരെ സംബന്ധിച്ച്, ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ച്, CPIM അനുഭാവികളെ സംബന്ധിച്ച് EMSന് ശേഷം രാജ്യത്തെ പാർട്ടിയെ നയിക്കുന്ന CPIM നേതാവായി എം എ ബേബിയെ കാണുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിലാണല്ലേ? തീർച്ചയായും അഭിമാനമാണ്. മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം. ഇന്ത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി അതിശക്തമായി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് 10 മാസക്കാലമായി സമ്മേളന കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടം നമുക്ക് അതിസന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച്. എം എ ബേബി ജനറൽ സെക്രട്ടറി ആയി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കേറെ അതിപ്രാധാന്യമായ ഒരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി മാത്രമല്ല, പാർട്ടിയുടെ പുതിയ പൊളിറ്റ് ബ്യൂറോ, പുതിയ കേന്ദ്ര കമ്മിറ്റി, അതിലേക്ക് വന്നിട്ടുള്ള സ്ഥിരം ക്ഷണിതാക്കൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു പുതിയ നേതൃത്വം വരുന്നു. അത് ഇന്നത്തെ ഈ വെല്ലുവിളി നിറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രത്യാശ പകരുന്നതാണ്? CPIM പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ എത്രമാത്രം അതിനെ ഏറ്റെടുക്കുക? അത് ഒരു 100%, പ്രത്യേകിച്ച് ഈ കേരളത്തെയും അതിൻ്റെ പുറമെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞങ്ങൾ എം എ ബേബി സഖാവിനെ ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ സമ്മേളന നഗരിയിൽ വെച്ചുകൊണ്ട്, നഗരിയുടെ ആളിൽ വെച്ചുകൊണ്ട് കൈരളിയല്ലാത്ത ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ചാനലുകളല്ലാതെ, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ചാനൽ എന്ന് വെച്ചാൽ ഈ കൈരളി മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാവിധ പിന്തിരിപ്പൻ ചാനലുകളും ആളിനുള്ളിൽ, നമ്മളെ ഈ സമ്മേളന ആളിനുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന പരുവത്തിലാണ് നമ്മുടെ സമ്മേളന പരിസരത്ത് ചാനൽ കൂട്ടങ്ങൾ വെച്ച് പുലമ്പി വാർത്തകളായിട്ട്. ഒടുവിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചീറ്റു കൊട്ടാരം കാറ്റിൽ തകർന്നടഞ്ഞു. അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിശക്തമായ രീതിയിൽ നല്ലൊരു നേതൃത്വം എം എ ബേബിയിലൂടെ നമ്മുടെ ഇന്ത്യയിൽ കാഴ്ചവെക്കും. പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വലിയ രീതിയിൽ തിരിച്ചു വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രിക്ക് വീണ്ടും പാർട്ടി ഇളവ് നൽകി PB നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹം നിൽക്കുന്നു. വീണ്ടും കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഇടതുമുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് പറഞ്ഞ തരത്തിലുള്ള തീരുമാനങ്ങൾ കൂടി പാർട്ടി. സന്തോഷം. മൂന്നാം പിണറായിക്ക് കാത്തു നിൽക്കുന്നു. മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അത് അടുത്ത വർഷം അത് പൂർത്തീകരിച്ചിരിക്കും. പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലെ തലമുതിർന്ന നേതാവായി അദ്ദേഹം തുടരുകയാണ്. കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ കൊടുത്ത ഇളവ് അദ്ദേഹത്തിന് മധുരയിലും കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാവണം, കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര തെളിയിച്ചുകൊണ്ടുള്ളതാണ് ആ പ്രഖ്യാപനം. ഇന്ത്യയുടെ ഇടതുപക്ഷത്തിന്റെ ശക്തിയാണ് പിണറായി വിജയൻ. അത് തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാരണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല മന്ത്രിസഭയുടെ തുടർ ഭരണത്തിന്റെ വരവ് ആഘോഷിക്കാൻ ഞങ്ങൾ അടിപൊളിയാക്കും. 99 ഉള്ളൂ. ലോകത്തിന് തന്നെ മാതൃകയാണ് പിണറായി വിജയൻ. എന്തുകൊണ്ട് മാതൃക വേറെ മാതൃക എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ
ഇന്ത്യയിൽ സംഘപരിവാരത്തിനെതിരെ പോരാടാൻ സഖാവ് പിണറായി വിജയന് പറ്റും. അതിൽ കൂടെ MA ബേബിക്കും പറ്റും. ഞങ്ങൾ അഭിമാനത്തിലാണ്. ഞങ്ങൾ കുണ്ട്രക്കാരാണ്. കുണ്ട്രക്കാരാണ്. പുതിയ നമ്മുടെ പാർട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്തോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി വർഗീയതയെ ചെറുക്കുന്നതിനും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വീണ്ടും இந்தியாவுடைய பினராயி விஜயனுடைய கேரளாவுடைய கம்யூனிஸ்ட் கட்சி வெல்லும். கம்யூனிஸ்ட் கட்சியுமே நாட்டை ஆள வேண்டிய சக்தி கம்யூனிஸ்ட் கட்சி மட்டுமே இருக்குது. சரிங்களா? கம்யூனிஸ்டுமே நாட்டை ஆள வேண்டும். கம்யூனிஸ்ட் மட்டும்தான் மிகப்பெரிய சக்தி. இந்தியாவுடைய மிகப்பெரிய ஆளுமை வந்து கம்யூனிஸ்ட் கட்சிக்கு மட்டுமே செல்லும். மிகப்பெரிய இந்த அகில இந்திய மாநாட்டுடைய அகில இந்திய தலைவர் தேர்ந்தெடுத்து மிகப்பெரிய நன்றி, சந்தோஷம். சரிங்களா? മാപ്രകളുടെ ഈ കള്ളപ്രചരണങ്ങൾ അടിച്ചു പൊളിച്ച് അടുത്ത തവണയും അതായത് MA ബേബി ബംഗാൾ ഘടകം എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വാർത്ത. ഇപ്പോൾ ഇത് അദ്ദേഹം തന്നെ അത് പറഞ്ഞു. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല ഭാവനകളും അഭ്യൂഹങ്ങളും വാർത്തയായി കൊടുത്തു. പക്ഷേ മുഹമ്മദ് സലീമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. അശോക് ധാവളയാണ് മറ്റൊരാൾ ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്നുവെന്ന് നിങ്ങൾ പലരും കൊടുത്ത അശോക് ധാവളയാണ് എൻ്റെ പേര് പിന്താങ്ങിയത്. അങ്ങനെയാണ് MA ബേബി ജനറൽ സെക്രട്ടറി ആയത് എന്ന് അദ്ദേഹം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുണ്ടായിരുന്നു. സംബന്ധിച്ച് രാഷ്ട്രീയപരമായ ഒരു നേരിടൽ അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവേശകരമായ മധുര പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങുമ്പോൾ നമ്മൾ അവസാനമായി ഇപ്പോൾ ശ്രീ PK ബിജുവിനോടും കൂടി സംസാരിച്ചുകൊണ്ട് ഈ പാർട്ടി ഇപ്പോൾ ബേബി സാഹിബിനോടൊക്കെ നമ്മൾ കാര്യമായി സംസാരിച്ചു. വലിയ രാഷ്ട്രീയ ആവേശവും വലിയ ഉത്തരവാദിത്വവും പാർട്ടിക്ക് മുമ്പിലേക്ക്. ആവേശത്തിനപ്പുറം വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളികളുമാണല്ലോ. തീർച്ചയായിട്ടും മധുര പാർട്ടി കോൺഗ്രസ് CPMൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സമ്മേളനമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരു നേതൃനിരയെ തന്നെയാണ് ഈ സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം മതനിരപേക്ഷ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല, കോർപ്പറേറ്റ് ഭരണം രാജ്യത്തെ സമസ്ത മേഖലകളെയും പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ വഴിമുട്ടിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ ഉറ്റുനോക്കുന്ന മഹത്തായ പ്രസ്ഥാനം CPIM ആണ്, ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ രാജ്യത്ത് ശക്തിപ്പെടുത്താനുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തുകൊണ്ടാണ് മധുര സമ്മേളനം ഇന്ന് പര്യവസാനിക്കുന്നത്. ഈ മഹാറാലിയോടുകൂടി സമാപിക്കുന്ന ഈ സമ്മേളനം രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിനും കൂടുതൽ കരുത്ത് പകരുന്ന ഒന്നായി തീർന്നിരിക്കുന്നു. ഭാവി ഇന്ത്യയിൽ പ്രതീക്ഷയുടെ നാമ്പ് അതിന് നേതൃത്വം കൊടുക്കാൻ CPM ഉണ്ടാകും എന്ന് ജനങ്ങൾ ഈ സമ്മേളനത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പാർട്ടിക്കും കേരളത്തിലെ സർക്കാരിനും രാജ്യമൊട്ടാകെയുള്ള പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി ലീഡേഴ്സിൻ്റെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ കൂടി എങ്ങനെയായിരുന്നു അവസാനമായി? തീർച്ചയായിട്ടും കേരളം നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടവും സമരവും നടക്കുന്ന ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റുള്ള ഒരു സംസ്ഥാനമാണ്. രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തും ശക്തിയും കൊടുക്കുക എന്നതാണ് കേരളത്തിൻ്റെ ഉത്തരവാദിത്തം. 10 ലക്ഷം വരുന്ന ഇന്ത്യയിലെ CPMൻ്റെ അംഗങ്ങളിൽ 5 ലക്ഷത്തോളം അംഗങ്ങളെ പ്രതികരിക്കുന്നത് കേരളത്തിലെ CPIM ആണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ചവിട്ടിയരയ്ക്കാൻ ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവശേഷിക്കുന്ന ഗവൺമെൻറ് ഇല്ലാതാക്കാൻ RSSും സംഘപരിവാറും നടത്തുന്ന ശ്രമങ്ങൾ കേരളം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള നിരവധി സമ്മേളനങ്ങൾ സഹായകമാകും. ജനങ്ങളുടെ വലിയ പിന്തുണ ഇടതുപക്ഷത്തിനും CPMനും വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തും കേരളത്തിൽ പൊതുവെയും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി രംഗം ശ്രീ PK ബിജു ആണ്, മുൻ MP ആണ് ഇപ്പോൾ സംസാരിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ വർത്തമാനകാല രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിച്ച് രാഷ്ട്രീയമായി മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച വളരെ ശക്തവും വ്യക്തവുമായ തീരുമാനങ്ങളുമായിട്ടാണ് ഇപ്പോൾ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഉജ്ജ്വലമായ റാലിയും പൊതുസമ്മേളനവുമാണ്. അതിലേക്കാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ പോവുക.